മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ശ്യാമിലി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. MG പ്രതീഷ് അവർക്കൊപ്പം ഉണ്ട്, നമ്മുടെ പ്രതിനിധി. പ്രതീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്യാമിലിക്ക് തീർച്ചയായിട്ടും ശ്യാമിലിക്ക് ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. അവരെ മർദ്ദിച്ച പ്രതി പിടിയിലായിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് ഇപ്പോൾ, പ്രത്യേകിച്ച് പോലീസ് കാര്യമായ അന്വേഷണം നടത്തി തെരച്ചിൽ നടത്തി കണ്ടെത്തി കഴിഞ്ഞു പ്രതിയെ. ബേലിദാസ് പിടിയിലായി എന്നുള്ള വാർത്ത എത്തുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായും സമാനതകളില്ലാത്ത സംഭവം തന്നെയാണ് നടന്നത്. കാരണം അത്രത്തോളം ക്രൂരമായൊരു മർദ്ദനമാണ് അഡ്വക്കേറ്റ് ശ്യാമിലി നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ഈ ഇദ്ദേഹം പ്രതി പിടിയിലായതിൽ വലിയ ആശ്വാസമുണ്ട്. ഇപ്പോൾ ശ്യാമിലി 24-നോടൊപ്പം ചേരുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി പിടിയിലായിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു പോലീസ് നടപടി? പോലീസിൻ്റെ അന്വേഷണം വളരെ തൃപ്തികരമാണ്. ഞാനത് മീഡിയയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എല്ലാ രംഗത്തുള്ളവരും എന്നെ വളരെയധികം സഹായിച്ചിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് ഈ അവസരത്തിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ. കേരള പോലീസിൻ്റെ ഇടപെടൽ വളരെ വളരെ സത്യസന്ധമായിട്ടും ഊർജ്ജപരമായിട്ടുമാണ് കേസ് അന്വേഷിച്ചത്. പ്രത്യേകിച്ച് SI മഞ്ജു മാം, CI സാർ എല്ലാവരും വളരെ ഊർജിതമായിട്ട് അന്വേഷിച്ചു. എൻ്റെ കൂടെ നിന്ന് സഹായിച്ച പ്രത്യേകിച്ച് മീഡിയ, നിങ്ങൾ കാരണമാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് നീതി ലഭിച്ചത്. എല്ലാവരോടുള്ള നന്ദി മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എൻ്റെ ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ, പ്രത്യേകിച്ച് എന്നെ കാണാമെന്ന മിനിസ്റ്റർ, നമ്മുടെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവൊക്കെ എന്നെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ പിന്തുണ അറിയിക്കുകയായിരുന്നു. എല്ലാവരോടുള്ള നന്ദി മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആൾക്കാരും എനിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് മഹിളാ അസോസിയേഷനൊക്കെ, ആ മാമൊക്കെ വീട്ടിൽ വന്നിട്ടാണ് എനിക്ക് പിന്തുണ അറിയിച്ചത്. എല്ലാ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീന മാമിൻ്റെ സഹായം, പള്ളിച്ചൽ പ്രമോദ് സാർ, അവരൊക്കെ എൻ്റെ കൂടെ എല്ലാത്തിനും, ഹോസ്പിറ്റലിലൊക്കെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സഹപ്രവർത്തകർ അഡ്വക്കേറ്റ് വിനോദ് എബ്രഹാം, ഗോവിന്ദ്, ഇവരൊക്കെ എടുത്തു പറയേണ്ടതാണ്. അവർ അത്രയും സപ്പോർട്ടീവായിട്ട് നിന്നു. ഈ പരാതി കൊടുത്തതിന് ശേഷം ഈ ബേലിദാസ് ഒളിവിൽ പോയിരുന്നു. ഇന്ന് ആണ് ബേലിദാസിനെ പിടിക്കാനായത്. ഇപ്പോൾ അറസ്റ്റ് വൈകി എന്നുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം പരാതി കൊടുത്ത ആ സമയം മുതൽ കേരള പോലീസ് ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമായിട്ടാണ് അന്വേഷിക്കുന്നത്. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ അന്വേഷണത്തിൽ യാതൊരുവിധ തർക്കമോ ഒരു പ്രശ്നമോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ എല്ലാ പാർട്ടിയിൽ നിന്നുള്ള പിന്തുണയായാലും കേരള പോലീസിനോട് പ്രത്യേകം നന്ദി മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇപ്പോൾ ബേലിദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ആരോപണങ്ങൾ, ആ ഒരു ഉറച്ച നിലപാടുകൾ, അത്തരത്തിലൊരു നിയമ പോരാട്ടവുമായി തന്നെ മുന്നോട്ട് പോകില്ലേ? ഇപ്പോൾ എന്തായാലും അത് കോടതിയുടെ പരിധിയിലിരിക്കുന്ന കാര്യമാണ്. ഇനി കോടതിയിൽ തീരുമാനിക്കട്ടെ. എന്തായാലും ഡിഫൻസ് ഉണ്ടാകും, അവരുടെ ഭാഗമുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ ഇനി കോടതി തീരുമാനിക്കട്ടെ. ഈ അവസരത്തിൽ എല്ലാവരോടുള്ള നന്ദി മാത്രമേ എനിക്ക് പറയാം. ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ആരോഗ്യ പ്രശ്നം, ഇന്ന് ഞാൻ ജ്യൂസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഈ അകത്ത് തൊലിയൊക്കെ പോയിട്ട് സ്വെല്ലിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. നീരിപ്പോഴും കുറഞ്ഞിട്ടില്ല. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഒന്നും എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ആരോഗ്യം, എനിക്കിപ്പോൾ പെയിൻ കില്ലർ കഴിക്കാൻ പറ്റില്ല, കുഞ്ഞുള്ളതുകൊണ്ട് മെച്ചപ്പെട്ട് വരുന്നു. അഡ്വക്കേറ്റ് ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്യാമിലിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ബേലിദാസ് പിടിയിലായതിൽ വലിയ സന്തോഷമുണ്ട്. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നു. ശക്തമായ ഒരു നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നതാണ് ശ്യാമിലി വ്യക്തമാക്കുന്നത്. SKN. താങ്ക് യു. എന്തായാലും നമ്മുടെ അന്വേഷണം കൂടി പറഞ്ഞേക്കൂ. അഡ്വക്കേറ്റ് ശ്യാമിലിയോട് സമാധാനമായി ഇരിക്കാൻ പറയാം. നിയമം അതിൻ്റെ നല്ല വഴിയിൽ തന്നെ പോകട്ടെ. ഓക്കെ, താങ്ക് യു. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്.